ഇന്ന് 2025 ഏപ്രിൽ 22 ചൊവ്വാഴ്ച മംബഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ചരിത്രത്തിലേക്ക് ഒരു പുതിയ പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കപ്പെടുകയാണ്. മർഹൂം RK അബ്ദുറഹ്മാൻ ഹാജി ദാനമായി നൽകിയ ഭൂമിയിലാണ് മംബഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമി സ്ഥാപിതമായത്. ആരംഭം മുതൽ അതിൻ്റെ നേതൃത്വവും സഹായിയുമായ മർഹൂം RV മുഹമ്മദ് ഹാജിയുടെയും വലിയ സ്വപ്നമായിരുന്നു മംബഉൽ ഹുദയുടെ വളർച്ചയും വികസനവും. ഈ ലോകത്തോട് യാത്ര പറയുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പായി RV മുഹമ്മദ് ഹാജി താൻ സ്ഥാപിച്ചു പരിപാലിക്കുകയും ജീവനതുല്യം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ബാഖിയാത്ത് ക്യാമ്പസ്, തൻ്റെ സർവ്വസന്തോഷ സന്താപങ്ങളും പങ്കുവച്ചിരുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചിരുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിക്കുകയും ഡോക്യുമെന്റേഷൻ നടപടികൾ ഹാജി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ദുനിയാവിൽ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ആഖിബത്ത് നന്നായി മരിക്കണം, സ്വർഗത്തിൽ ഒരു സുന്ദര ഭവനം ലഭിക്കണം, അതിനായി മംബഉൽ ഹുദയിലെ മസ്ജിദ് സുന്ദരമായി പുതുക്കിപ്പണിയണം. ഇതായിരുന്നു അവസാന നാളുകളിൽ മർഹൂം RV ഹാജി അടുപ്പമുള്ള പലരോടും പങ്കുവച്ചത്. ഈ അഭിലാഷം പൂവണിയിക്കുന്നതിനു വേണ്ടി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദുമായി സംസാരിക്കുകയും സമ്മതം വാങ്ങുകയും ചെയ്തു. 5 പതിറ്റാണ്ടിലേറെക്കാലം തൻ്റെ കൂട്ടുകാരനും സഹപ്രവർത്തകനും ബിസിനസ് പാർട്ണറുമായ മംബഉൽ ഹുദയുടെ ആദരണീയ നേതൃത്വം KB അവറുമാൻ കുട്ടി ഹാജിയുമായി ചേർന്ന് ആ ദൗത്യം തുടങ്ങിവെച്ചു. റബ്ബിൻ്റെ അലംഘനീയമായ വിധി എന്ന് പറയട്ടെ, മസ്ജിദിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനിടക്ക് അനുഗ്രഹീതമായ ഒരു മുഹറം 9 RV മുഹമ്മദ് ഹാജി നമ്മോട് വിട പറഞ്ഞു. പിതാവിൻ്റെ ആ വലിയ സ്വപ്നം സ്നേഹവത്സലരായ മക്കൾ ഉപ്പയുടെ പാർട്ണറായ അവറുമാൻ കുട്ടി ഹാജിയുമായി ചേർന്ന് വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് ആ സന്തോഷ സുദിനത്തിലാണ് കേച്ചേരി നഗരം. പ്രദേശത്തെ ഏറ്റവും പ്രൗഢവും മനോഹരവുമായ മംബഉൽ ഹുദ ഗ്രാൻഡ് മസ്ജിദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമയുടെ പുണ്യകരങ്ങളാൽ നാടിന് സമർപ്പിക്കുകയാണ്. നാഥ, RV മുഹമ്മദ് ഹാജിക്കും അവറുമാൻ കുട്ടി ഹാജിക്കും ഇരുവരുടെയും കുടുംബങ്ങൾക്കും സ്വർഗത്തിൽ സുന്ദര ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈ പള്ളിയുടെ എല്ലാവിധ സന്തോഷങ്ങളും സദാ സമയവും നീ എത്തിച്ചു കൊടുക്കണമേ. ആമീൻ.